വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, പ്രബോധനങ്ങൾ ആണ് ഈ പ്രോഗ്രാമിലൂടെ മുഖ്യമായും ഞാൻ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ ആഴ്ചയിലും അനേകം പ്രസംഗങ്ങൾ മാർപ്പാപ്പയ്ക്ക് നടത്തേണ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പൊന്റിഫിക്കേറ്റിൻ്റെ ആദ്യകാലത്ത് മെയ് മാസത്തിൽ അദ്ദേഹം പൊന്റിഫിക്കേറ്റ് സ്ഥാനം ഏറ്റെടുത്തു. പിന്നീട് ജൂൺ മാസങ്ങളിൽ ജൂബിലികളുടെ ഒരു വലിയ ആഘോഷമായിരുന്നു. നമുക്കറിയാം, ഈ കൊല്ലം ഈശോയുടെ പിറവിയുടെ 2025 ആണ്ട് എന്ന നിലയിൽ മഹാജൂബിലിയായാണ് സഭ ആഘോഷിക്കുന്നത്. വത്തിക്കാനിൽ തന്നെ അനേകം ഗ്രൂപ്പുകളുടെ, വിഭാഗങ്ങളുടെ ജൂബിലികൾ ആഘോഷിക്കപ്പെട്ടു. അവിലെ മാർപ്പാപ്പയ്ക്ക് പ്രത്യേകിച്ച് ഈ ജൂൺ മാസത്തിലൊക്കെ ധാരാളം പ്രസംഗങ്ങൾ അദ്ദേഹത്തിന് പറയേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ജൂൺ അവസാനം മാർപ്പാപ്പ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തകരുടെ, നേതാക്കളുടെ ഒരു ജൂബിലി ആഘോഷം, അതിൽ നൽകിയ സന്ദേശമാണ് അവതരിപ്പിക്കുന്നത്. ഇന്റർ പാർലമെൻ്ററി യൂണിയൻ അംഗങ്ങളോടാണ് പരിശുദ്ധ പിതാവ് സന്ദേശം നൽകിയത്. അനേകം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. മുഖ്യമായി പരിശുദ്ധ പിതാവ് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനം ഉപവിയുടെ സ്നേഹത്തിൻ്റെ ഉന്നത രൂപമാണ് എന്ന ആ സത്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ പുതിയ ഒരു ഗവൺമെൻറ് ഉണ്ടാകാൻ ഉള്ള തെരഞ്ഞെടുപ്പുകളുടെ ആലോചനയൊക്കെ നടക്കുന്ന സമയമാണിത്. പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ഈ ഒരു പശ്ചാത്തലത്തിൽ പൊതുപ്രവർത്തനത്തിലേക്ക് ഏർപ്പെടുന്ന ക്രൈസ്തവർക്കെങ്കിലും, മാർപ്പാപ്പ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെക്കുറിച്ചുമാണ് പറയുന്നത്, എങ്കിലും പ്രസക്തമായ ചിന്തകളാണ് ഈ പ്രസംഗത്തിൽ മാർപ്പാപ്പ എടുത്തു കാട്ടിയത്. അക്കാര്യം നമ്മളെ കേൾക്കുന്നത്, പരിചിന്തനം ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാണ്. മാർപ്പാപ്പ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: ഗവൺമെൻറ്റുകളുടെ ഈ ജൂബിലി സമയത്ത് ഇന്റർ പാർലമെൻ്ററി യൂണിയൻ്റെ സമ്മേളനത്തിൽ നിങ്ങളെ കണ്ടുമുട്ടാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 68 രാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രതിനിധികൾക്കും അതാത് പാർലമെൻ്ററി സ്ഥാപനങ്ങളുടെ പ്രസിഡൻറ്റുമാർക്കും മാർപ്പാപ്പ ആദ്യമായി ഊഷ്മളമായ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് പ്രസംഗം തുടങ്ങിയത്. പിയൂസ് 11 മാർപ്പാപ്പയെ മാർപ്പാപ്പ ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ പ്രസംഗം ആരംഭിച്ചു എന്ന് പറയാം. ആ മാർപ്പാപ്പ 1927 ഡിസംബർ 18 പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് മാർപ്പാപ്പ ഇവിടെ ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഉപവിയുടെ മഹത്തായ രൂപമാണ് രാഷ്ട്രീയം എന്ന്. അതിൻ്റെ ചുവട് പിടിച്ച് നമ്മുടെ പിതാവ് പറയുകയാണ്, രാഷ്ട്രീയ ജീവിതം സമൂഹത്തിനും പൊതുനന്മയ്ക്കും നൽകുന്ന സേവനത്തെ നാം പരിഗണിക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയായാണ് കാണാൻ കഴിയുന്നത് എന്ന് ലയോ മാർപ്പാപ്പ പറയുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ക്രൈസ്തവ സ്നേഹപ്രവൃത്തിയാണ് രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ ചെയ്യുന്നത്. നമ്മൾ ഓർക്കണം, അത് സമൂഹത്തിനുള്ള ഒരു സേവനമാണ്, പൊതു നന്മയ്ക്ക് വേണ്ടിയുള്ളൊരു സേവനമാണ്. അതുകൊണ്ടാണ് അത് സ്നേഹമായിരിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാടിൽ വേണം ക്രൈസ്തവർ പൊതുരംഗത്തേക്ക്, രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുവാൻ എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ വാക്കുകൾ. അതൊരിക്കലും വെറും ഒരു സിദ്ധാന്തമല്ല. മാർപ്പാപ്പ പറയാം, ഞാൻ ഈ പറഞ്ഞ കാര്യം ഉപവിയുടെ ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞത് വെറും ഒരു സിദ്ധാന്തമല്ല, ഒരു ഡോക്ട്രിൻ എന്ന നിലയിൽ മാത്രം കാണരുത്. നമ്മുടെ മാനുഷിക കുടുംബത്തിൻ്റെ നന്മയ്ക്കു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നിരന്തരമായ താല്പര്യത്തിൻ്റെ
വ്യക്തമായ അടയാളവും സാക്ഷ്യവുമാണ് അത് എന്ന് പറയുകയാണ്. ഈ ആശയം തൻ്റെ മുൻഗാമി ഫ്രാൻസിസ് മാർപ്പാപ്പ നാം സോദരർ എന്ന് പറയുന്ന ചാക്രിയ ലേഖനത്തിലും അവതരിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതാണ് പറയുന്നത്, നമ്മുടെ മാനുഷിക കുടുംബത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നിരന്തരമായ ആ ശ്രദ്ധയുടെ വ്യക്തമായ അടയാളമാണ്. അപ്പോൾ ആ ഒരു മഹത്തായ വീക്ഷണത്തോടെ വേണം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നു വരാൻ എന്നാണ് ഇതുവഴി സൂചിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ നിലവിലെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഞാൻ പ്രധാനമായി കരുതുന്ന 3 പരിഗണനകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പോയിന്റുകളിലേക്ക് കടക്കുകയാണ്. മാർപ്പാപ്പ പറഞ്ഞു, എന്തെങ്കിലും പ്രത്യേക താല്പര്യത്താൽ അല്ലാതെ സമൂഹ നന്മയും പൊതു നന്മയും സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന, പ്രത്യേകിച്ച് ദുർബലരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തമാണ് ആദ്യത്തെ കാര്യം. പൊതുരംഗത്തിറങ്ങുന്നവൻ ഏതെങ്കിലും തൻ്റെ താല്പര്യം പരിഗണിച്ചായിരിക്കരുത് ഇറങ്ങുന്നത്. മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? സമൂഹത്തിൻ്റെ നന്മയായിരിക്കണം എപ്പോഴും മുന്നിൽ കാണേണ്ടത്, പൊതു നന്മയുമായിരിക്കണം എപ്പോഴും മുന്നിൽ കാണേണ്ടത്. അതിനുവേണ്ടിയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത്. ഒരു വലിയ സന്നദ്ധ സേവനമാണത്, വലിയൊരു ഉപവിയുടെ പ്രവൃത്തിയാണ്. അതാണല്ലോ മാർപ്പാപ്പ പ്രധാനമായും ഈ പ്രസംഗത്തിൽ എടുത്തു കാട്ടുന്നത്. അതെന്തൊക്കെ ചെയ്യണം? പൊതുനന്മ സംരക്ഷിക്കണം, പിന്നെ പ്രത്യേകിച്ച് ദുർബലരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമുള്ള കരുതലാണ് അവിടെ ഉണ്ടാകേണ്ടത്. രാഷ്ട്രീയത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി പറഞ്ഞ ഒരു ചിന്ത നമ്മളെ എന്നും സ്മരിക്കേണ്ടതാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഏതെങ്കിലും അല്ലെ ഗവൺമെൻറ് സർക്കാർ ഏതെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് എപ്പോഴും നോക്കേണ്ടത് ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന ആളുകളുടെ കാര്യത്തിൽ അവരുടെ നന്മയ്ക്ക് ഇതെന്തുമാത്രം ഉപകരിക്കുമെന്നതാണ് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. പൊതുരംഗത്ത് ഇറങ്ങുന്നവർ തങ്ങളെ ഏത് മൂല്യങ്ങളാണ് നയിക്കുന്നത് എന്ന് ഏറ്റവും താഴേക്കടയുള്ളവരുടെ നന്മയ്ക്കും പുരോഗതിക്കും വികസനത്തിനും എന്തുമാത്രം സഹായിക്കുമെന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കേണ്ടത് എന്ന് ഇവിടെ പരിശുദ്ധ പിതാവ് പറയുകയാണ്. ഉദാഹരണത്തിന്, കുറച്ചു പേരുടെ കൈകളിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന അതിരില്ലാത്ത സമ്പത്തും, ലോകത്തിൻ്റെ സമ്പത്ത് വളരെ ചുരുക്കം പേരുടെ കയ്യിലാണ് അതിൻ്റെ ഭൂരിഭാഗവും ആയിരിക്കുന്നത് എന്നതാണ് ഇന്നത്തെ അവസ്ഥ. ലോകത്തിലെ ദരിദ്രരും തമ്മിലുള്ള അംഗീകരിക്കാനാവാത്ത അന്തരം മറികടക്കണമെന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുറച്ചു പേര് വലിയ സമ്പന്നരും സുഭിക്ഷതയിലും കഴിയുമ്പോൾ ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾ ദാരിദ്ര്യത്തിൽ കഴിയുന്നത് ഇല്ലാത്ത അങ്ങനെ ഉള്ള ഒരവസ്ഥ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ നടക്കേണ്ടത്. ഇതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1891 സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾക്ക് തുടക്കം കുറിച്ച തൻ്റെ പിൻഗാമി ലയോ 14 മുൻഗാമി ലയോ 13 പറഞ്ഞ കാര്യം തന്നെയാണിത്. അതുകൊണ്ട് ആ ഒരു ചുവട് പിടിച്ചാണ്, സഭയുടെ ആ പ്രബോധനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ ചിന്തകൾ അവരോട്, ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളോട് സംസാരിക്കുന്നത്. തീർത്തും ദയനീയാവസ്ഥയിൽ ജീവിക്കുന്നവർ തങ്ങളുടെ ശബ്ദം കേൾക്കപ്പെടാനായി വിലപിക്കുന്നുവെങ്കിലും അത് കേൾക്കുന്ന കർണങ്ങൾ പലപ്പോഴും തന്നെ ഇല്ലെന്ന് പറയാം എന്ന് പരിശുദ്ധ പിതാവ് പറയും. പാവപ്പെട്ടവൻ്റെ സ്വരം എത്തുന്നില്ല, അവൻ്റെ ആവശ്യം അവിടെ പ്രതിഫലിക്കുന്നില്ല. അത് പ്രതിഫലിപ്പിക്കേണ്ടത് രാഷ്ട്രീയ പ്രവർത്തകരാണ്, പൊതുരംഗത്ത് ഇറങ്ങുന്നവരാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഈ അസന്തുലിതാവസ്ഥ നീതിരഹിത സാഹചര്യങ്ങൾ നിലനിർത്തുകയാണ്. അപ്പോൾ ഈ ഒരു സമതുലനാവസ്ഥ
ഇല്ലാത്തത് എന്താണ് കാണിക്കുന്നത്? അത് വലിയ വിടവുണ്ടാക്കുകയാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അനീതിപരമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഉടനടി അല്ലെങ്കിൽ പിന്നീട് അത് അക്രമത്തിലേക്കും തുടർന്ന് യുദ്ധമെന്ന ദുരന്തത്തിലേക്കും നയിക്കപ്പെടും. വലിയ വിടവ്, ദാരിദ്ര്യം നമുക്കറിയാം അക്രമത്തിന് കാരണമാകും. അതാണ് യുദ്ധത്തിനും കാരണമാകുന്നത് എന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതേസമയം നീതിയുക്തമായ വിഭവ വിതരണം ഈ ലോകം എല്ലാവർക്കും വേണ്ടി ദൈവം നൽകിയിട്ടുള്ളതാണ്. അത് നീതിപൂർവം വിതരണം ചെയ്താൽ അത് പ്രോത്സാഹിപ്പിക്കുന്ന ഉറച്ച രാഷ്ട്രീയത്തിന് അത് പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്നതാണ്. ആഭ്യന്തരവും സാർവദേശീയവുമായ തലത്തിൽ സൗഹാർദ്ദവും സമാധാനവും കൊണ്ടുവരുന്നതിന് ഫലപ്രദമായ ശുശ്രൂഷ ചെയ്യാൻ ഇടയാക്കും എന്ന് പാപ്പ പറയുകയാണ്. അപ്പോൾ ഈ ചിന്ത സത്യത്തിൽ ലോകത്തെ അധികാരികൾ, ഭരണാധികാരികൾ, രാഷ്ട്രീയ പ്രവർത്തകർ, നേതാക്കന്മാർ എല്ലാം ലക്ഷ്യം വയ്ക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യമായി പറഞ്ഞു വയ്ക്കുന്നത്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ ചിന്ത മാർപ്പാപ്പ ഇവിടെ പറയുന്നത്, രാഷ്ട്രീയ നേതാക്കളോട് പറയുന്നത്, മതസ്വാതന്ത്ര്യത്തോടും മതാന്തര സംവാദത്തോടും ബന്ധപ്പെട്ട കാര്യമാണ്. മതസ്വാതന്ത്ര്യം ഈ മേഖല ഇക്കാലത്ത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്ന് പാപ്പ പറയുകയാണ്. ആധികാരികമായ മതസ്വാതന്ത്ര്യത്തിന് ആവശ്യമായ സാഹചര്യങ്ങൾ വളർത്തുക വഴി രാഷ്ട്രീയ ജീവിതത്തിന് ഏറെ നേട്ടം കൈവരിക്കാനും വിവിധ മതസമൂഹങ്ങൾക്കിടയിൽ മാന്യവും ക്രിയാത്മകവുമായ കണ്ടുമുട്ടൽ സാധ്യമാക്കാനും ഇടവരും എന്ന് പാപ്പ പറയുകയാണ്. യഥാർത്ഥ മതസ്വാതന്ത്ര്യം കൊണ്ടുവരുന്ന നന്മകളെ പറ്റിയാണ് പറയുന്നത്. അത് രാഷ്ട്രീയ ജീവിതത്തിന് ഏറെ നേട്ടമുണ്ടാക്കുന്ന കാര്യമാണ്. പലപ്പോഴും ചില രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു മതം കൂടുതൽ പ്രബലമായിരിക്കുന്നതുകൊണ്ട് അതിനെ താങ്ങുകയും മറ്റുള്ളവരെ മതന്യൂനപക്ഷങ്ങളെ അവഗണിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധ പിതാവ് രാഷ്ട്ര നേതാക്കന്മാരോട് ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിലുള്ള വിശ്വാസവും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഭാവാത്മക മൂല്യങ്ങളും വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ജീവിതത്തിൽ നന്മയുടെയും സത്യത്തിൻ്റെയും വലിയ ഉറവിടമാണ് എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ് നേതാക്കന്മാരോട്. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിലുള്ള വിശ്വാസം, അതിൽ നിന്ന് ഉരുത്തിരിയുന്ന പോസിറ്റീവായിട്ടുള്ള മൂല്യങ്ങളുണ്ട്. അവ വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ജീവിതത്തിൽ നന്മയുടെയും സത്യത്തിൻ്റെയും വലിയ ഉറവിടമായി തീരും. അങ്ങനെയാണ് സമൂഹം മനോഹരമായി മുന്നോട്ട് പോകുന്നത്. തന്നോട് തന്നെയുള്ള സ്നേഹത്തിൽ നിന്ന് ദൈവത്തിലുള്ള സ്നേഹത്തിലേക്ക് മാറുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിശുദ്ധ ആഗസ്തീനോസിൻ്റെ ഒരു ചിന്ത മാർപ്പാപ്പ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ആദ്യത്തേത്, അതായത് തന്നെ തന്നെ സ്നേഹിക്കുന്നത്, അതെന്താണ്? അഹങ്കാരം നിറഞ്ഞ ഇടുങ്ങിയ മനസ്സുള്ള വിനാശകരമായ ആത്മപ്രണയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വയം സ്നേഹത്തിൻ്റെ ഒരു പ്രശ്നം അതാണ്. എന്നാൽ ദൈവസ്നേഹമാകട്ടെ ദൈവത്തിൽ അടിസ്ഥാനമിട്ടതും സ്വയം ദാനത്തിലേക്ക് നയിക്കുന്നതുമായ സ്വതന്ത്രവും ഉദാരവുമായ സ്നേഹമാണ്. ദൈവസ്നേഹം എപ്പോഴും ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. അതാണ് മനുഷ്യന് നന്മയായി തീരുന്നത്, മനുഷ്യൻ്റെ സത്യത്തോടെ ചേർന്ന് നിൽക്കുന്നതും. അതെന്താണ്? അത് ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്. സ്വയം ദാനത്തിലേക്ക്, നമ്മെ തന്നെ ദാനമായി നൽകുന്നതിലേക്ക് നയിക്കുന്നതാണ്. സ്വതന്ത്രവും ഉദാരവുമായ സ്നേഹമാണത്. ദൈവത്തിൽ നിന്ന് വരുന്ന സ്നേഹമാണ് അങ്ങനെയുള്ളത്. അപ്പോൾ അതാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. ഉപവി അടിസ്ഥാന നിയമമാകുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്കറിയാം അതാവശ്യമാണ്. ഉപവി അടിസ്ഥാന നിയമം, സ്നേഹം അടിസ്ഥാന നിയമം, എല്ലാവരെയും സഹോദരന്മാരായി കാണുന്ന ആ സ്നേഹം, അങ്ങനെയുള്ളൊരു സമൂഹം കെട്ടിപ്പടുക്കാൻ ഈ സ്നേഹത്തിനാണ് കഴിയുന്നത്.
ദൈവത്തിൻ്റെ, അഗസ്തീനോസ് അതിന് പേര് കൊടുത്ത് ദൈവത്തിൻ്റെ നഗരം എന്നാണ്. ആ ദൈവം വസിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന ഒരു നഗരത്തിൻ്റെ സൃഷ്ടിക്ക് അത് ആവശ്യമാണ്. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഒരു പൊതു അടിസ്ഥാനം ഉണ്ടാക്കാനും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആത്മീയ വിഷയങ്ങൾ പരിഗണിക്കാനും എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു ഘടകം കണ്ടെത്തുന്നത് വളരെ സഹായകമായ കാര്യമാണ്. ഇതിനുള്ള അടിസ്ഥാന അളവായി എടുക്കാവുന്നത്, അത് മാർപ്പാപ്പ പറയുകയാണ്, പ്രകൃതി നിയമമാണ്. എല്ലാ മനുഷ്യരെയും സംബന്ധിക്കുന്ന കാര്യമാണത്. പ്രകൃതി നിയമം ഇത് മനുഷ്യകരങ്ങളാൽ എഴുതപ്പെട്ടതല്ല, നമ്മൾ ഉണ്ടാക്കിയതല്ല. ഇത് സകല കാലങ്ങളിലും ഇടങ്ങളിലും അംഗീകരിക്കപ്പെട്ടതാണ്. എല്ലാ കാലത്തും എല്ലാ ജനതകളുടെ ഇടയിലും അംഗീകരിക്കപ്പെട്ടതാണ്. അത് മനുഷ്യൻ്റെ പ്രകൃതിയിൽ മുദ്രിതമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും വിശ്വസനീയവും ബോധ്യപ്പെടുത്തുന്നതുമായ വാദം പ്രകൃതി തന്നെയാണ്. ഈ നിയമത്തിൻ്റെ ആധികാരിക പുരാതനകാല വക്താവായ സിസറോയുടെ വാക്കുകൾ, എഴുത്തുകാരനാണല്ലോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാർപ്പാപ്പ ഉദ്ധരിക്കുന്നുണ്ട്. ദ റേ പുബ്ലിക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത് പരിശുദ്ധ പിതാവ്. അതിങ്ങനെയാണ്: പ്രകൃതി നിയമം ശരിയായ യുക്തിയാണ്. പ്രകൃതിക്കനുസൃതമായ സാർവത്രികവും അചഞ്ചലവും ശാശ്വതവുമായ അതിൻ്റെ കൽപ്പനകളിലൂടെ ശരി ചെയ്യാൻ അത് നമ്മെ ക്ഷണിക്കുകയും നിരോധനങ്ങളിലൂടെ തിന്മയിൽ നിന്ന് നമ്മെ തടയുകയും ചെയ്യുന്നു. അപ്പോൾ നന്മ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതിൻ്റെ ആ നിയമങ്ങളാണ്, പ്രകൃതി നിയമങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ്റെ ജീവിതത്തെ രാഷ്ട്രങ്ങൾ ക്രമപ്പെടുത്തേണ്ടത് എന്നതാണ് മാർപ്പാപ്പ സൂചിപ്പിക്കുന്നത്. ഈ നിയമത്തിന് മാറ്റം വരുത്താനോ ഭാഗികമായി നീക്കം ചെയ്യാനോ എന്തെങ്കിലും പര്യവസാനിപ്പിക്കാനോ കഴിയുകയില്ല എന്നും പരിശുദ്ധ പിതാവ് പറയുകയാണ്. സെനറ്റിനോ ജനങ്ങൾക്കോ നമുക്ക് തന്നെയോ അതിൽ നിന്നും സ്വതന്ത്രമാകാനാകില്ല. ആ നിയമത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നതാണ് മനുഷ്യന് നല്ലത് എന്നാണ് മാർപ്പാപ്പ നമ്മോട് പറയുന്നത്. എന്ന് മാത്രമല്ല, അതിനൊരു വ്യാഖ്യാതാവിനെയോ വിവരണം നൽകുന്ന ആളെയോ തിരയേണ്ട കാര്യവുമില്ല. വ്യക്തമാണ്. പ്രകൃതി നിയമത്തിൽ കാണുന്നത് അതേപടി അനുസരിക്കുന്നത് മനുഷ്യ സമൂഹത്തിന് എപ്പോഴും അനുഗ്രഹമാകും എന്നാണ് മാർപ്പാപ്പ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. മാർപ്പാപ്പ അത് റോമിലാകട്ടെ ഏതൻസിലാകട്ടെ ഇപ്പോഴോ പിന്നീടോ മറ്റൊരു നിയമം ഉണ്ടായിരിക്കുകയില്ല. അതാണ് ശാശ്വതമായ നിയമം, പ്രകൃതി നിയമം. സനാതനമായ ഒരിക്കലും മാറ്റമില്ലാത്ത നിയമം എക്കാലത്തും ജനങ്ങളെ ഭരിക്കും. സിസറോയുടെ വാക്കുകളാണ് മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ എടുത്ത് ഉദ്ധരിച്ചത്. പ്രകൃതി നിയമം മാർപ്പാപ്പ തുടരുകയാണ്. സാർവദേശീയമായി സാധുവും എല്ലായിടത്തും വാലിഡാണ്. തർക്കവിഷയമാക്കാവുന്ന വിശ്വാസങ്ങളിൽ നിന്ന് തർക്കവിഷയമാകുന്ന വിഷയങ്ങളിൽ നിന്ന് നിയമനിർമ്മാണത്തിലും നമ്മുടെ പ്രവർത്തനത്തിലും പ്രത്യേകിച്ച് ലോലവും അത്യാവശ്യവുമായ ധാർമ്മിക വിഷയങ്ങളിലും നമ്മുടെ സൂക്ഷ്മ ദർശനിയായി അത് നിലകൊള്ളണം. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വ്യക്തി ജീവിതത്തിലും സ്വകാര്യതയിലും അത് ഇന്ന് കൂടുതൽ ബാധകമാണ്. അത് നമ്മൾ മുറുകെ പിടിക്കണം എന്ന് പരിശുദ്ധ പിതാവ് ഗവൺമെൻറ് അധികാരികളോട് പറയുകയാണ്. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. അത് എല്ലാവരും അംഗീകരിക്കണമെന്ന് അംഗീകരിക്കുകയും ചെയ്തതാണ്. ഇന്ന് മനുഷ്യരാശിയുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമായി അത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുന്നു. എപ്പോഴും പ്രസക്തമായ വരികൾ മനുഷ്യവ്യക്തിയുടെ അലംഘനീയമായ സമഗ്രതയിൽ സത്യാന്വേഷണ പാതയിൽ പ്രതിഷ്ഠിക്കുന്നതിൽ മഹത്തായ പങ്കുവഹിച്ചു ഈ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എല്ലാ മനുഷ്യരുടെയും അത് പ്രകൃതി നിയമത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്.
ഗവൺമെൻറ്റുകൾ അംഗീകരിച്ച് അത് നടപ്പാക്കാനും ജീവിക്കാനും എല്ലാവരെയും പ്രേരിപ്പിക്കുക എന്നതാണ് പ്രധാനം. അങ്ങനെ തങ്ങളുടെ ഉള്ളിൽ ആദരിക്കപ്പെടാത്തവരുടെയും മനസാക്ഷിയുടെ കൽപ്പനകൾക്കനുസൃതം ജീവിക്കാൻ സാധിക്കാത്തവരുടെയും അന്തസ്സിനെ പുനഃസ്ഥാപിക്കാൻ ഈ പ്രഖ്യാപനം ഇടയാക്കി. മനുഷ്യാവകാശ പ്രഖ്യാപനം സാർവദേശീയമായി പ്രകൃതിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇത് നമ്മെ മൂന്നാമത്തെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. 3 കാര്യങ്ങളാണല്ലോ പറയാൻ ശ്രമിച്ചത്. നമ്മുടെ ലോകത്ത് സാംസ്കാരികത ഉണ്ടാക്കിയ നേട്ടങ്ങളും നേടിയെടുക്കാൻ നാം മുന്നോട്ട് വച്ചിരിക്കുന്ന ലക്ഷ്യങ്ങളും നിർമ്മിത ബുദ്ധിയുടെ രൂപത്തിൽ ഒരു വലിയ വെല്ലുവിളിയെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുടെ ഒരു കാലഘട്ടമാണിത്. നമ്മുടെ സാംസ്കാരികത ഉണ്ടാക്കിയതാണത്, അതിൻ്റെ നേട്ടമാണ് അത്. ഇത് തീർച്ചയായും സമൂഹത്തിനേറെ സഹായകമായ ഒരു വികസനമാണ്, സംശയവുമില്ല. നന്മ കൂടുതൽ കൊണ്ടുവരുന്നതാണ് ടെക്നിക്കലായും. പക്ഷേ മനുഷ്യ വ്യക്തിയുടെ തനിമയെയും അന്തസ്സിനെയും അവൻ്റെ മൗലിക സ്വാതന്ത്ര്യത്തെയും അത് നശിപ്പിക്കാതിരിക്കണമെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. പലപ്പോഴും നാം ഉണ്ടാക്കുന്ന ഈ യന്ത്രത്തിന് നമ്മെ തന്നെ ഭരിക്കുന്ന, നമ്മെ തന്നെ തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് വരരുത് എന്നതാണ് മാർപ്പാപ്പ പറയുന്നത്. പ്രത്യേകിച്ചും നിർമ്മിത ബുദ്ധി മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമാണെന്നും അല്ലാതെ അവരെ ദുർബലപ്പെടുത്താനോ പകരം വയ്ക്കാനോ ഉള്ളതല്ലെന്നും ഉള്ള കാര്യമാണ് നാം ഓർക്കേണ്ടത് എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. ഒരു സുപ്രധാന വെല്ലുവിളിയാണ് ഇവിടെ ഉരുത്തിരിയുന്നത്. നിർമ്മിത ബുദ്ധി മുന്നോട്ട് കൊണ്ടുപോകാൻ അതീവ ശ്രദ്ധയും ദീർഘവീക്ഷണവും ആവശ്യമാണ് എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. അല്ലെങ്കിൽ അത് മനുഷ്യന് അപകടമാകും. പ്രത്യേകിച്ചും പുതിയ രംഗങ്ങളിൽ, അതായത് ആരോഗ്യകരവും നീതിയുക്തവും ദൃഢവുമായ ജീവിത ശൈലിയുടെ കാര്യത്തിലും യുവതലമുറയ്ക്ക് നന്മ കൈവരുത്തുന്ന കാര്യത്തിലും നമ്മൾ ഇത് വളരെ ശ്രദ്ധിക്കണം എന്ന കാര്യമാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. ഏതൊരു അൽഗോരിതത്തെക്കാളും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് വലിയ മൂല്യമുണ്ട് എന്ന കാര്യം നമ്മൾ മുറുകെ പിടിക്കണം. ആത്മാവില്ലാത്ത ഏതൊരു യന്ത്രത്തിനും മുൻകൂട്ടി കെട്ടിയുണ്ടാക്കാൻ കഴിയുന്ന പരിമിതമായ മാതൃകളെ അതിലംഘിക്കുന്ന ഇടങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ വളർത്താൻ ആവശ്യമാണ്. അതാണ് മാർപ്പാപ്പ പറയുക. ആത്മാവില്ലാത്ത ഏതൊരു യന്ത്രത്തിനും അതിനെ മുൻകൂട്ടി കെട്ടിയുണ്ടാക്കാൻ കഴിയുന്ന പരിമിതമായ മാതൃകളെ അതിലംഘിക്കുന്ന ഇടങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ വളർത്തുക എന്നതാണ് ആവശ്യം. ദശലക്ഷക്കണക്കിന് ഡാറ്റാ പോയിന്റുകൾ സംഭരിക്കാനും നിമിഷങ്ങൾക്കുള്ളിൽ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും കഴിയുമെങ്കിലും, ഇതാണ് നിർമ്മിത ബുദ്ധിയുടെ വലിയ ഒരു നേട്ടം, അത് നമുക്ക് സാധിക്കുന്നുണ്ട്. നിർമ്മിത ബുദ്ധി ഒരു തരത്തിലും മനുഷ്യനുമായി താരതമ്യപ്പെടുത്താൻ കഴിയാത്ത വിധം നിശ്ചലമായ ഒരു ഓർമ്മ മാത്രമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതേസമയം നമ്മുടെ ഓർമ്മ നമ്മുടേതെങ്ങനെയാണ്? സർഗാത്മകവും ചലനാത്മകവും ഉൽപാദനപരവും ഭൂതഭാവി വർത്തമാനങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് സജീവവും ഫലപ്രദവുമായ അർത്ഥം തിരയാൻ കെൽപ്പുള്ളതുമാണ് മനുഷ്യൻ. അത് യന്ത്രത്തിന് സാധിക്കില്ല. യന്ത്രത്തിൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റകളനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് ധാർമ്മികവും അസ്തിത്വപരവുമായ എല്ലാ പ്രത്യാഘാതങ്ങളും ഉൾപ്പെടുന്നതാണത് എന്ന കാര്യം നാം മറക്കരുത്. ഇവിടെ ലയോ മാർപ്പാപ്പ തൻ്റെ മുൻഗാമി ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് പറഞ്ഞ ചിന്തയാണ് എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് 2024 ജൂൺ 14 ഫ്രാൻസിസ് മാർപ്പാപ്പ G7 സെഷനിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്നാണ്, അവരോട് പറഞ്ഞ കാര്യമാണ് ഇവിടെ വീണ്ടും രാഷ്ട്ര നേതാക്കന്മാരോട് മാർപ്പാപ്പ പറയുന്നത്. ഇത്ര വ്യാപ്തിയുള്ള ഒരു വെല്ലുവിളിയെ
രാഷ്ട്രീയത്തിന് അവഗണിക്കാനാവില്ല എന്നതാണ് ഓർമ്മിപ്പിക്കുന്നത്. നേരെ മറിച്ച് ഈ പുതിയ ഡിജിറ്റൽ സംസ്കാരം ഉയർത്തുന്ന പ്രശ്നങ്ങളിൽ ആത്മവിശ്വാസത്തോടും ഉത്കണ്ഠയോടും കൂടി ശരിയായി കാണുന്ന നിരവധി പൗരന്മാരോട് പ്രത്യുത്തരിക്കാനാണ് ഇത് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. മാർപ്പാപ്പ രാഷ്ട്രീയത്തിൽ പറഞ്ഞ 3 കാര്യങ്ങൾ, ആനുകാലികമായി ബന്ധപ്പെടുത്തി പറഞ്ഞ 3 കാര്യങ്ങളാണിത്. അതിൽ ആദ്യം പാവപ്പെട്ടവരെ, താഴെ കിടക്കുന്നവരെ, ദരിദ്രരെ കാണണം. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും പരിപാടികളുമാണ് ആസൂത്രണം ചെയ്യേണ്ടത്. വികസനത്തിൽ ഒരു ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. 2, മാർപ്പാപ്പ പറഞ്ഞത് പ്രകൃതി നിയമം നമ്മൾ അനുസരിക്കാൻ കടപ്പെട്ടവരാണ്. എല്ലാ കാലത്തും എല്ലാവർക്കും എല്ലാ ദേശത്തും ബാധകമായ നിയമങ്ങൾ പാലിക്കണം. അതിൽ പ്രത്യേകിച്ച് മാർപ്പാപ്പ എടുത്തു പറഞ്ഞത് അന്തർദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം, അതിൽ പറഞ്ഞ് അംഗീകരിച്ച രാഷ്ട്രങ്ങൾ അംഗീകരിച്ചത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മുൻകൈ എടുക്കണം. ഇന്ന് മനുഷ്യൻ എത്തി നിൽക്കുന്ന സാങ്കേതിക ഡിജിറ്റൽ ലോകത്തിലെ നിർമ്മിത ബുദ്ധിയെ മനുഷ്യൻ്റെ നന്മയ്ക്കും ധാർമ്മികതയ്ക്കും ചേർന്ന രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടുന്ന തീരുമാനങ്ങൾ എടുക്കേണ്ടതും ഗവൺമെൻറ്റുകളാണ്, രാഷ്ട്രീയ നേതാക്കളാണ്. അങ്ങനെ വരുമ്പോൾ അത് സമൂഹത്തിന്, മനുഷ്യരാശിക്ക് ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയായി നമ്മുടെ സേവനം, സന്നദ്ധ സേവനം മാറും. അത് ലോകത്തിന് അനുഗ്രഹമാകും. ഈ ചിന്തകൾ ഉൾക്കൊള്ളാൻ നമ്മുടെ നാട്ടിലും രാഷ്ട്രീയ രംഗത്തേക്കും പൊതുരംഗത്തേക്കും വരുന്ന ആളുകൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആ രംഗത്ത് കൂടുതൽ പഠനങ്ങൾ നടത്താൻ ഇടയാകട്ടെ, ചിന്തകൾ നൽകാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാർപ്പാപ്പയുടെ മറ്റൊരു സന്ദേശവുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.